ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ എന്ത് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇത് ഒരു ജനറൽ ഗൈഡൻസ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുക. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ജനറൽ ഗൈഡൻസ് എടുക്കാതിരിക്കുക. പേഴ്സണലായിട്ടുള്ള ഗൈഡൻസ് വേണമെങ്കിൽ എടുത്തിട്ട് മാത്രം എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഹൈ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തുന്നത്. അത് ഒരു ഗുഡ് കർമ്മ കൂടിയാണ്. അപ്പോൾ ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റീഡിങ് എന്താണെന്ന് നോക്കാം. ബി പോസിറ്റീവ്. നോക്കാം. Emperor, 5 of Pentacles, 7 of Cups, 8 of Cups, 9 of Pentacles, Queen of Swords. I think these two. Five of Swords and 9 Hermit. 4 of Cups ആണ് ബോട്ടം. കാർഡുകൾ അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ: എംപറർ, 5 of Pentacles, 7 of Cups, 5 of Swords, 8 of Cups, 9 of Pentacles, Queen of Swords, Hermit and 4 of Cups ആണ് ബോട്ടം എനർജിയായി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് നിങ്ങൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്ട്രക്ചർ ഇല്ലാത്തടത്തേക്ക് നിങ്ങളിലേക്കൊരു സ്ട്രക്ചർ വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. നിങ്ങൾക്കൊരു സ്ട്രക്ചർ ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചിലർക്കൊക്കെ വരുന്നത്. ചിലർക്കൊക്കെ ഒരു നിങ്ങളുടെ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്, ഇതൊരു ഫാദർ ലൈക്ക് ഫിഗറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഫാദർ നിങ്ങളിലേക്ക് ഒരു അതോറിറ്റി കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ലൈക്ക്, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ബോസ്, അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു ഒരു റൂളിങ്, ഒരു കർക്കശപരമായിട്ടുള്ളൊരു നടപടി നേരിടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ചിലർക്കൊക്കെ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നേക്കാം, നേരിട്ടേക്കാം. നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മേലിൽ ചില കാര്യങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾ ഒരു പവറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന തരത്തിലുള്ള ഒരു റൂളിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പോലീസ് കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ന്. ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പവറിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക, ഒരു ശിക്ഷ പോലെയുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അല്ല, ചിലർക്കാണ്, പലരുടെയും എനർജി ഉണ്ട് എന്ന് പ്രത്യേകം പറയുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ എടുത്തു പോകുമ്പോൾ ശ്രദ്ധിക്കുക, റൂളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരു പെറ്റി കേസോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ മേലൊരു അധികാരത്തിൻ്റെ മേലിൽ ഇതാകുന്നതായിരിക്കാം. നിങ്ങളുമായിട്ട് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നതായിരിക്കാം. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ റൂൾ ചെയ്ത് പറയുന്നത് ആയിരിക്കാം എന്നുള്ളതും കൂടിയാണ്. നിങ്ങളിലേക്ക് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ് ഇവിടെ. ഡിസിപ്ലിൻ ഇല്ലാത്തടത്തേക്ക് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇവിടെ എംബറർ. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ലീഡർഷിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മേലിൽ ഒരു ലീഡർഷിപ്പ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ചിലർക്കൊക്കെ ഒരു നിങ്ങളിലേക്ക് ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവർ തരുന്നു. നിങ്ങളെ ഒരു ബോസായി കണ്ട് നിങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളോട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ്. പിന്നെ ചിലരൊക്കെ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരോട് അത് പറഞ്ഞ് പ്രാവർത്തികമാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ അവരോട് പറഞ്ഞ് അവർക്കൊരു സ്ട്രക്ചർ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ഡ്യുവൽ പേഴ്സണാലിറ്റി വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ എംബറർ പറയുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ 2 തരത്തിലുള്ള മുഖങ്ങൾ ഉണ്ടാവാം. അത് പുറത്തേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് എംബറർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഒരു വ്യക്തി ഇതുവരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതിലാണ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇമോഷണലി നിങ്ങളെ റൂൾ ചെയ്യുന്ന തരത്തിൽ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ, അതിപ്പം റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലായിരിക്കാം, ഏതിലായാലും നിങ്ങൾ ഇതുവരെ കാണാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖം നിങ്ങൾക്കിന്ന് കാണാൻ പറ്റിയേക്കാം. അവർ നിങ്ങളെ റൂൾ ചെയ്യുന്ന തരത്തിലൊരു എനർജി നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്തേക്കാം. അതാണ് എംബറർ പറയുന്നത്. ഓക്കെ, അടുത്തത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് നിങ്ങൾക്ക് രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നൊന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് വരാനുള്ള കാര്യം ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒരു ധനനഷ്ടം, അതുപോലെ തന്നെ ഒരു മാനനഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. ധനനഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള, അതായത് നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നേക്കാം. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള എനർജിയാണ്. ചിലർക്കൊക്കെ ഒരു ഫിനാൻഷ്യൽ ലോസ് കൊണ്ട് ചില കാര്യങ്ങൾ, വേണ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് അവിടുന്ന് പോകേണ്ടതായിട്ട് വരാം. ചില റിലേഷൻഷിപ്പുകളിൽ കിട്ടേണ്ടതായിട്ടുള്ള പരിഗണന നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ചില കാര്യങ്ങളിൽ ചിലർക്കൊക്കെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇത് കിട്ടാതെ നിങ്ങൾ പോയി. ഇപ്പം ഇവിടെ എംബറാറാണ് വന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റൂളിങ് അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് പവർ നിങ്ങളിലേക്ക് വരികയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് വളരെയധികം വിഷമത്തോടുകൂടി മാനസികമായിട്ട് നിങ്ങളുടെ അഭിമാനത്തിന് പ്രശ്നം വരുന്ന തരത്തിൽ ആ ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ട തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇത് രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ. പിന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് ഉള്ള ഇത്. ചിലർക്കൊക്കെ ഒരു വീട് വിട്ട് പോകേണ്ട തരത്തിലുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ വാടക വീട്ടിലേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കാം ഫിനാൻഷ്യൽ ലോസ് കൊണ്ട്. പിന്നെ ചിലർക്കൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാലുവേദന, പുറം വേദന, ഷോൾഡർ വേദന, ഇങ്ങനെയുള്ള ഇത് ആരോഗ്യപരമായിട്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. തലവേദനയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു പോവർട്ടി, അതുപോലെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും ചില ബന്ധങ്ങളിൽ. നിങ്ങൾ
എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്നു എന്നുള്ളത് കൂടിയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വലക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി. അപ്പോൾ ശ്രദ്ധിക്കുക എന്ന കാര്യങ്ങളൊക്കെ, ഫിനാൻഷ്യലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട വിലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വിലപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ലോസൊക്കെ ഉണ്ടായതെന്ന് നോക്കുക. അപ്പോൾ ഫിനാൻസിൻ്റെ, അതായത് ഓരോ നിങ്ങളിലേക്ക് വരുന്ന ഓരോ പണത്തിനും നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോഴും അതിന് നന്ദി പറയുക. നിങ്ങളുടെ എനർജി ലോക്ക് ചെയ്തുകൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇവിടെ ഒരു സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിലേക്ക് സ്ട്രക്ചർ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രക്ചർ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഇതായിരിക്കാം നിങ്ങളുടെ പണവും അതുപോലെ ബന്ധങ്ങളും എന്തും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ എന്താണോ വിഷമം വന്നിട്ടുള്ളത്, നിങ്ങളുടെ ഒരു സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഫിനാൻഷ്യലായി ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം അത് എഴുതി വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് എന്താണ് വരവ്, എന്താണ് ചിലവ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യുക. അത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ലോസ് സംഭവിച്ചിട്ടുള്ളത് എന്നുകൂടിയാണ് ഇവിടെ പറയാനുള്ളത്. അടുത്തത് 7 ഓഫ് കപ്സ് ആണ്. ഇവിടെ നിങ്ങൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചിലർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണം എന്നുള്ളൊരു ഇല്യൂഷനിൽ നിങ്ങൾ നിൽക്കുന്ന തരത്തിലുള്ള എനർജി ആണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ പലതരം ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ. കല്യാണങ്ങളായാലും അതുപോലെ ഹൗസ് വാമിങ്, വീടിൻ്റെ ഹൗസ് വാമിങ് അല്ലാണ്ട് വീടിൻ്റെ കട്ടിളവെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ പങ്കെടുക്കാനുള്ളതായിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ ചിലർക്കൊക്കെ പർച്ചേസിങ് ആയിരിക്കും. പലതരം കാര്യങ്ങൾ നിങ്ങൾ പർച്ചേസിങ് ചെയ്യുന്ന തരത്തിലുള്ള എനർജി. ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണെങ്കിലും നിങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഗോൾഡ് വാങ്ങുന്നതോ അങ്ങനെയുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്ന തരത്തിലുള്ളൊരു എനർജി നിങ്ങൾ വളരെ നാളായിട്ട്, അതായത് നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തരത്തിലൊരു സാധനം നിങ്ങളിലേക്ക് വാങ്ങുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ഇല്യൂഷൻ തോന്നുന്നു. അതുപോലെ തന്നെ ചിലരൊക്കെ പല കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും ചെയ്യാതെ ഇന്ന് ഡേ ഡ്രീം ചെയ്തുകൊണ്ട് നിൽക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. ചിലർക്കൊക്കെ ഹോസ്പിറ്റലുകളിലും കേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, പോകേണ്ടതായിട്ടുള്ള എനർജി. പിന്നെ ചിലർക്കൊക്കെ അമ്പലങ്ങൾ, ആരാധനാലയങ്ങളിൽ നിങ്ങൾ പോകുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. 7 ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ. പിന്നെ ചിലരൊക്കെ ഓൺലൈനായിട്ട് വെറുതെ അതായത് സമയം കളയുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. കാരണം ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു ധനനഷ്ടം വന്നിട്ടുണ്ടാവാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ അനാവശ്യമായിട്ട് ഫോണിലോ സോഷ്യൽ മീഡിയാസിൽ കൂടുതൽ ഇരുന്ന്, അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസ്, അതുപോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റുകൾ ഇങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 5 ഓഫ് സോർട്സ് ഈ ഒരു ഇതിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ നിങ്ങൾക്ക് ധനനഷ്ടം വന്നിട്ടുള്ളതായിട്ടുള്ളൊരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അനാവശ്യമായിട്ട് സമയം കളയുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങൾ ചെയ്യുന്നത്, പെട്ടെന്ന് ധനം ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു മണി ബാഡ് കർമ്മ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്ക് പണം നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ. അടുത്ത 5 ഓഫ് സോർട്സ് ആണ്. ഇന്ന് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക. പലർക്കും ഒരു കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരൊക്കെ എന്ത് വില കൊടുത്തും ജയിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന തരത്തിലൊരു എനർജിയാണ്. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട. അതൊക്കെ ഒരു കർമ്മയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചിലരൊക്കെ
വിഷമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് കയ്യിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ട് പോയി എന്നുള്ള ഇതിൽ നിൽക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. ചിലരൊക്കെ ഗോസിപ്പൊക്കെ കേൾക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്നാർ പറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കൂടിയാണ്. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ചിലർക്കൊക്കെ അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ അതായത് നിങ്ങൾക്ക് ചേരാത്തതായിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ പെട്ടിട്ട് അതിൽ നിന്ന് ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് 5 ഓഫ് സോർട്സ്. ഇന്ന് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ. ഇവിടെയും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ പക്ഷേ ഇത് അവിടുന്ന് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ. അതായത് നിങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് പറ്റിയുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ചിലപ്പോൾ ഇന്ന് ഉച്ചവരെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ അവിടുന്ന് മാറുന്നു, നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെ എന്താണ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളത് അത് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന തരത്തിലൊരു എനർജിയാണ്. ഡിസപ്പോയിൻമെൻ്റ് ആണ് എങ്കിലും ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഗ്രഹണം സംഭവിച്ചിട്ട് അവിടെ നിന്ന് മാറുന്ന തരത്തിലുള്ള പുതിയൊരു ഇതിലേക്ക് പോകുന്ന തരത്തിലുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ പിൻവാങ്ങുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു രീതിയിലേക്ക് പുതിയൊരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുള്ളൊരു എനർജിയാണ്. പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് 8 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെയുള്ള റീഡിങ്ങുകൾ നിങ്ങൾ കൂടുതൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ വരുന്നുണ്ടാവും, നിങ്ങൾ റീതിങ്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ പുതിയൊരു വെളിച്ചത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്തത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ധനം വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ധനം വരുന്നുണ്ട് നിങ്ങളിലേക്ക്, തന്നെയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു എന്നുകൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് പലർക്കും ഇവിടെ വരുന്നത്. നിങ്ങൾ റിവാർഡഡ് ആവുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങളിന്ന് അതുപോലെ വളരെയധികം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ചിലർക്കൊക്കെ ഇവിടെ വരുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അഭിമാനത്തോടു കൂടി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിലർക്കൊക്കെയുള്ളൊരു എനർജി. അതായത് അവർ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നൊരു വ്യക്തിയാണ്. നോക്കൂ, അവരെ പോലെ ആകണം എന്നുള്ള രീതിയിൽ നിങ്ങളെ നോക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ ചിലരൊക്കെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ളത് കൂടിയാണ്. ചിലപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അത് കുറച്ച് വിലപിടിപ്പുള്ള സാധനമായിരിക്കും, അത് നിങ്ങളിലേക്ക് ഇന്ന് വരുന്നു എന്നുള്ള തരത്തിലുള്ള എനർജി, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ വരുന്നത്. ചിലരൊക്കെ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം നിങ്ങളെ തന്നെ കെയർ ചെയ്തുകൊണ്ട് പാമ്പർ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും. നിങ്ങളുടെ ചിലപ്പോൾ എന്താണ് ഒരു ഈവൻ നിങ്ങൾ ഒരു ഓയിൽ ബാത്തൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓയിൽ ചെയ്ത് നല്ല രീതിയിൽ ബാത്ത് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ നല്ല രീതിയിൽ ഒരു സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ പറഞ്ഞല്ലോ, പണം വരുന്നു, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇൻകം നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് റിയാലിറ്റി ആകുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അതായത് ഒരുപാട് പ്രാർത്ഥിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള തരത്തിലുള്ള ഇതിൽ ചെയ്യുന്നു. ചിലർക്കൊക്കെ ഒരു കാത്തിരിപ്പാണ് കേട്ടോ. അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷേ കാത്തിരിക്കുന്നു, എന്തായാലും വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്.
അടുത്തത് ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ഇന്നത്തെ നോക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ക്ലിയർ മൈൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു വ്യക്തതയോടുകൂടി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. പിന്നെ പല കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. പിന്നെ ചിലർക്കൊക്കെ അതായത് നിങ്ങളൊരു അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം അതായത് എന്താണ്, നിങ്ങൾക്ക് അവിടെ ഇമോഷണലി ഒന്നും നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾ കട്ട് ആൻഡ് ത്രോ ആയിട്ട് പല കാര്യത്തിലും ജഡ്ജ്മെൻ്റ് എടുക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ്. ആ ഒരു രീതിയിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു. നിങ്ങൾ ഇവിടെയും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നുള്ളത് കൂടിയാണ്. ചിലപ്പോൾ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്നതിൽ നിന്നൊക്കെ നിങ്ങൾ ഇന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുകയും വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. പിന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തവരൊക്കെ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പലതും ഇങ്ങനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പല കാര്യങ്ങളും പറയാതെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചിലർക്കൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടാവും. ഒരു കൈ കൊണ്ട് നിങ്ങൾ തലോടുകയും മറ്റൊരു കൈ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് ഹെർമിറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ ഹെർമിറ്റ് പറയുന്നത് അതായത് നിങ്ങൾ ഇതിൽ പല വ്യക്തികൾക്കും ഇന്ന് നിങ്ങൾ എന്താണ് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു എനർജിയാണ്. എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് ഇരിക്കുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാവാം. നിങ്ങളുടെ സോളിനെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എന്താണ് ഒരു സ്പിരിച്വലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തോന്നുന്നത് തരത്തിലുള്ളൊരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്ററെ കിട്ടുന്നതായിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മെൻറ്ററെ കിട്ടുന്നുണ്ടാവാം എന്നുള്ളതാണ്. സ്പിരിച്വലി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്ററെ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ ഹെർമിറ്റ് പറയുന്നത്. പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ഇന്ന് കൂടുതൽ ചെയ്യുകയും ഒരു ഉൾവിളി നിങ്ങൾക്ക് ഒരു ഉൾവെളിച്ചം നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു വിസ്ഡം നിങ്ങളിലേക്ക് വരുന്നു, ഒരു അറിവ് നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ ടാരോ റീഡിങ്ങിലൂടെ ആയിരിക്കാം. നിങ്ങൾ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ടാരോ റീഡിങ് മാത്രമല്ല കേട്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സ്പിരിച്വലി ഉള്ള എന്തോ ഒരു അവേക്കനിങ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കുറേ നാളായിട്ട് അന്വേഷിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു വെളിച്ചം നിങ്ങൾക്കിന്ന് കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്ന തരത്തിലുള്ള എനർജിയും നിങ്ങൾക്കത് മനസ്സിലാവുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് ഹെർമിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത്. അടുത്തത് 4 ഓഫ് കപ്സ് ആണ്. ഇവിടെയും ഒരു മെഡിറ്റേഷൻ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇന്ന് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു ഓഫർ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നിങ്ങളതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു തരത്തിലുള്ള എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റായി നിൽക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ കൂടുതലും ഡിവൈനിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങളിലേക്ക് ഒരു അവസരം ഡിവൈൻ കൊണ്ടുതരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഒരവസരം നിങ്ങളിലേക്ക് വരുന്നു. അത് കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ
ആ ഒരു ഇമോഷണലി നഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആവുക എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ചിലർക്കൊക്കെ അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, നോക്കാമല്ലോ ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന്. യെസ്, ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. സക്സസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പല കാര്യങ്ങളും വിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ സക്സസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചറും റൂളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. യെസ്, ഒരു ന്യൂ ഡയറക്ഷൻ നിങ്ങളോട് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ പോകുന്ന വഴി ഇപ്പോൾ ശരിയല്ല, അതൊന്ന് മാറ്റി പിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഓക്കെ, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു തരത്തിലുള്ള മാറ്റം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതുതന്നെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് ഏഞ്ചൽസ് തരുന്ന ആൻസർ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരോട് സഹായം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതാണ്. നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്, അത് നിങ്ങൾ കാണുക. ഏഞ്ചൽസ് അതിനുള്ള ആൾക്കാരെ അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ. അപ്പോൾ നിങ്ങളിലേക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നോക്കാം, ലവേഴ്സിനോട് എന്താണ് പറയുന്നത് ഏഞ്ചൽസ്. Keep the door open. Don't be so focused on a closed door that you don't see the one which open for you. അപ്പോൾ എപ്പോഴും അടഞ്ഞ വാതിലേക്ക് തന്നെ നോക്കാതിരിക്കുക. ഇവിടെ അടഞ്ഞ വാതിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ്. അപ്പോൾ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഒരു ഡോർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിട്ടുണ്ട്. They are the one. You have already met the romantic partner you seek. അപ്പോൾ നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണറെ, നിങ്ങൾ അന്വേഷിച്ചിരുന്ന റൊമാൻറ്റിക് പാർട്ട്ണറെ കണ്ടിട്ടുണ്ട്. അവരാണ് അത് ഓൾറെഡി മെറ്റെന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ്. ദ സെപ്പറേഷൻ യു ആർ എക്സ്പീരിയൻസിങ് ഈസ് നെസസറി ടു ഹെൽപ്പ് ദി റിലേഷൻഷിപ്പ് ഗ്രോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ കർമാസ് തീരാനുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു മൂല്യം മനസ്സിലാക്കാനോ കർമാസ് തീരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനാണ് ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ അകന്ന് നിൽക്കേണ്ടതായിട്ട് വരുന്നത്. യു ആർ ഇന്നഫ്. ദ പേഴ്സൺ യു ആർ മെൻറ്റ് ടു ബി വിൽ ലവ് യു ദ വേ യു ആർ. യു ഡോണ്ട് നീഡ് ടു ചേഞ്ച്. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ അതായിരിക്കുക. അതിന് മറ്റുള്ളവർ ഇഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് നിങ്ങളായിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. മാഗ്നറ്റിക് കണക്ഷൻ. ദർ ഈസ് എ വെരി സ്ട്രോങ് പുൾ ആൻഡ് ഇൻറ്റൻസിറ്റി ദറ്റ് ഡ്രോസ് യു ടു ദിസ് പേഴ്സൺ. ഒരു മാഗ്നറ്റിക് കണക്ഷനാണ് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ അങ്ങോട്ടേക്ക് വലിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവ് ശക്തി നിങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ റീഡിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് മറക്കാതിരിക്കുക. ഹൈ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ലൈക്സിനും കമൻസിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.